നല്ല തണുപ്പാണ്. 5:30 മണിയാണ്. സുവച്ചൻ വന്നിട്ടുണ്ട്. കൊണ്ടുവരാൻ പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ് നന്ദ. കുട്ടി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കുഞ്ഞു ഉറങ്ങുന്നോ? തണുക്കുന്നില്ലേ പൊന്നൂന്? സുവച്ചനെ കൂട്ടാൻ പോകണോ എയർപോർട്ടിലേക്ക്? എണീറ്റോ. അക്കുചേട്ടനെ വിളിക്കുമ്പോൾ അക്കുചേട്ടൻ എണീക്കുമോ ആവോ? അമ്മന് പൊന്നെ എണീറ്റു അല്ലേ? പല്ലിരിക്കുന്ന വീഡിയോ എടുക്കണോ? ഓക്കെ. ഉറക്കത്തുനിന്ന് എണീറ്റ് വന്നിരിക്കുന്ന കോലാട്ടാക്കു. പല്ലേച്ചോ? ബോധം കെടുടാ ആൾക്കാര്. പോയി പല്ലേക്ക്. നന്ദക്കുട്ടി പല്ലേച്ചോ? പല്ലേച്ചോ നോക്കട്ടെ. വെള്ളം വേണോ? ഇപ്പൊ തരാട്ടോ. വെള്ളം തരുന്ന വീഡിയോ എടുക്കണോ? അച്ഛൻ വരുന്ന വീഡിയോ എടുക്കണം. ഓക്കെ. കുടി. അപ്പൊ വെള്ളം ചോദിച്ചില്ലേ ഇപ്പൊ? പിന്നെ എന്തിനാ വെള്ളം ചോദിച്ചേ? അമ്മി വെള്ളം വേണമെന്ന് പറഞ്ഞു ഇപ്പൊ എൻ്റെ അടുത്ത്. ഉറക്കപ്പിച്ചാണോ എപ്പോഴും? 6 മണിയായി സമയം. വേണ്ട, കുടിച്ചോ. കള്ളിപ്പെണ്ണെ കുടിക്കോ വെള്ളം. മതിയോ? ഇത്തിരി കുടിച്ചോളൂ. അമ്മ വെള്ളം കുടിക്കട്ടെ. എന്താ വെച്ചാൽ തണുത്തോ? അക്കോസേട്ടാ, സുവച്ച ഇറങ്ങിയിട്ടേ ഉള്ളൂ. പെട്ടിയൊക്കെ കിട്ടാൻ ടൈം എടുക്കും. ഇപ്പൊ തന്നെ പോണ്ട. അച്ഛൻ ഇറങ്ങിയിട്ട് പെട്ടിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് അച്ഛൻ വിളിക്കും. നമ്മള് പുറത്തിറങ്ങി നിന്നിട്ട് വിളിക്കില്ലേ, അതുപോലെ. ഇപ്പൊ തന്നെ ചെന്നവിടെ നിന്നിട്ട് ഇപ്പൊ തന്നെ പോണോ? എന്നാ അജുമാവനെ പോയി വിളിച്ചിട്ടോ. അജു എണീക്കണ്ടേ? അജു എണീറ്റിട്ടില്ല. വിളിക്കണ്ട, അമ്മ വിളിച്ചോളാം. അമ്മ വിളിച്ചോളാം. മഴക്കാറുണ്ടോ? എന്തേ മഴ പെയ്യോ? ഇത് എയർപോർട്ടിൻ്റെ മതിലാണേ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് മത്തർക്കഥയും ഓൾഡ് എയർപോർട്ട് എന്ന് പറയാൻ തന്നെ കാരണം പഴയ എയർപോർട്ട് ഞങ്ങളെ വീടിൻ്റെ ഇത്ര അടുത്തായിരുന്നു. സുഭാഷ് ചേട്ടനൊക്കെ ഖത്തർ എയർവേസിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ പോയി വരാനൊക്കെ എളുപ്പത്തിനാണ് ഇവിടെ ഞങ്ങൾ നിന്നിരുന്നത്. പിന്നെ എയർപോർട്ട്, ന്യൂ എയർപോർട്ട് കുറച്ച് ദൂരേക്ക് മാറിയാണ് ഷിഫ്റ്റ് ആയത്. പിന്നെ സുഭാഷ് ചേട്ടൻ ഇപ്പോൾ ജോബിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തെങ്കിലും ഞങ്ങൾ സ്റ്റേ ഇപ്പോഴും ഈ മത്തർക്കഥയിൽ ഓൾഡ് എയർപോർട്ടിൽ തന്നെയാണ്. ബ്രേക്ക് പിടിച്ചപ്പോൾ തന്നെ ഇവിടെ പിടിച്ചിരുന്നു അല്ലേ? അച്ഛന്റെ ഫ്ലൈറ്റ് അല്ല, അതിന്റെ ലൈറ്റ് ഉണ്ട്. ടോർച്ചൊക്കെ ഫ്രണ്ടിൽ ടോർച്ച് പിടിച്ച ഒരാൾ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും അവിടെ. കണ്ടോ? കണ്ണ് കാണണ്ടേ പിന്നെ പൈലറ്റിന്. അജോ മണ്ടനാണോ ചോദിച്ചോക്ക്. അത് ലൈറ്റ് ആണ് പറയും. ലൈറ്റാ കേട്ടോ മണ്ട അജു മാമ. ബീച്ചല്ല, വണ്ടി കേടാവോ? വലിയ ആളായല്ലോ.
ഗ്ലാസ് അടിക്കും, വണ്ടി കേടാവും. ഓൾക്ക് തണുത്തിട്ടാണേ. ഏതാ മുതല് അറിയോ, കേടാവും ഇത്ര വണ്ടി. തണുക്കുണ്ടെങ്കിൽ അത് പറഞ്ഞാ പോരെ, അല്ലെങ്കിൽ ഗ്ലാസ് തുറക്ക് എന്ന് പറയണ ആളാ. ആക്കല്ലോ അച്ഛൻ വരുമ്പേക്ക് സ്വഭാവം മാറില്ലേ? അച്ഛൻ വരുമ്പേക്ക് ആ കൊഞ്ചിത്തരം വരില്ലേ? കരയാൻ പോയതേന്നോട്ടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു നാഗവല്ലീനെ. അച്ഛൻ എവിടെ നിൽക്കുന്നത് കറക്റ്റ് കണ്ടുപിടിക്കണം കേട്ടോ. അച്ഛനെ കാണാതെ പോകാൻ പാടില്ല. അയ്യോ എത്രയെല്ലാം നിക്കണെന്ന് ഞാൻ ചോദിച്ചില്ല. മുടിയൊക്കെ വെട്ടിയോ? അച്ഛനെ കാണുന്നതിന് പടക്കാ ചോദിക്കുന്നത്. അച്ഛൻ വാങ്ങിയിട്ടുണ്ടോ? കോയെ വാങ്ങിയില്ല. പടക്കം കൊണ്ടുവരാൻ എന്നിട്ട് മുടിയൊക്കെ വെട്ടിയില്ലേ? ഇതോട്ടെ നല്ല കുട്ടിയായിട്ടാണല്ലോ വന്നേ. കല്യാണം ഉണ്ടാവും കേട്ടോ, ഓ കല്യാണത്തിന് അത്രയും മുടി വെട്ടിയത്. അച്ഛൻ ഞങ്ങളെ കൊണ്ടാക്കാൻ വന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, ഞങ്ങള് കൂട്ടാനൊക്കെ വരും. വണ്ടി ഇല്ലാത്തോണ്ട് വന്നതാണോ വണ്ടി എടുത്തിട്ട്? ഞങ്ങളെ കൊണ്ടാക്കാൻ വരാത്ത മുതലാണേ ഈ സൂ. പഴയ പോലെ തന്നെ ഒരു മാറ്റമില്ല. പക്ഷെ കുറച്ച് തണുപ്പുണ്ടല്ലോ. മഴ വരുന്നുണ്ടോ? മുള്ളു കുത്തിയോ? എടാ മുള്ളു കുത്തിയടാ. വരണ്ടല്ല എന്താ പറഞ്ഞ അച്ഛനോട്. അച്ഛൻ പറഞ്ഞ അച്ഛന്റെ പെട്ടി വേണമല്ലേ? പൊക്കോണാവണെന്ന് എന്റെ കുട്ടി. രാവിലെ തന്നെ ഞാൻ പോരണ്ടാന്ന് പറഞ്ഞിട്ട് ഉറങ്ങണ്ടാന്ന് പറഞ്ഞ് ചാടി എണീറ്റ കുട്ടിയാണത്. പെട്ടിക്കല്ലേ? സുഭാഷ് ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. എല്ലാവരും ഓക്കെ ഇരിക്കുന്നു. അമ്മയുടെ സർജറി ഒക്കെ കഴിഞ്ഞു, അമ്മ ഓക്കെയാണ്. അച്ഛൻ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അച്ഛനും ഓക്കെയാണ്. അവിടെ ഏട്ടനും ഭാര്യയൊക്കെ ഉണ്ട്. അങ്ങനെ സോ റിട്ടേൺ. എന്ത് മോഡലാ? പട്ടുപാവാടക്ക് ജാക്കറ്റൊക്കെ ഇതൊക്കെ ഏത് മോഡലാ? സ്കൂളിൽ പോയോ? സ്കൂളിൽ പോയോ? എന്നിട്ടോ പോയിട്ട് എന്താ പറഞ്ഞ ടീച്ചറ്? സൂചന്റെ പേര് ചോദിച്ചു. പിന്നെന്താ ചോദിച്ചേ? അക്കുവിന്റെ പേരും പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? ABCD ചോദിച്ചോ? ABCD ദേവശ്രീ ഒക്കെ പറഞ്ഞോ? ചാടാനൊക്കെ പറഞ്ഞു. അതാണ് മെയിൻ കാര്യം. ചാടാൻ പറഞ്ഞു. ജമ്പ് ജമ്പ് ജമ്പ്. കളിക്കാൻ അറിയോ നോക്കിയതാണ് ഒരു ചാടാൻ പറഞ്ഞിട്ട്. കളിക്കുന്ന സ്കൂളിലാണല്ലേ പോണത്, അതുകൊണ്ടല്ലേ. എന്തിന്റെ ഫോട്ടോ? ഫാനിന്റെ ഫോട്ടോ അല്ലേ? തേനിന്റെയോ? അങ്കിളുടെ പേരും ചോദിച്ചു. അത് ചോദിച്ചില്ല. കിട്ടിയില്ലേ? പറയൂല, അത് ഞാൻ പറയൂല. എന്നാലും അതെന്താ? വാട്ട്സ് യുവർ അങ്കിൾസ് നെയിം? അതെന്താ പറയാത്തേ? അമ്മേനോട് പറയൂലേ? അമ്മേനെ ഇഷ്ടല്ലേ? അതെന്താ പറയാത്ത? എന്താ പോലും അറിയില്ലേ? My uncle's name is Aju. മണ്ടത്തലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അയ്യോ അത് ഞാൻ മറന്നുപോയി. കഴിക്കണം. വരാൻ കാത്തുക. അയ്യോ നൂന് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്
ഇവനെ ഡ്യൂട്ടിയിലാക്കും. ഞങ്ങൾ വീട്ടിൽ കയറിയിട്ടില്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നാട്ടിൽ നിന്ന് വന്നപ്പോ ഇന്നോട് പറഞ്ഞിട്ട് വന്നാണ് ജിന്നെ കൂട്ടാതെ കൊണ്ട് വന്നില്ലേ നാട്ടിൽ നിന്ന്. അതോ കളിക്കാതെ പടക്കം കൊണ്ടുവന്നിട്ട് പിന്നെ ആ പണ്ട് പോയപ്പോ പണ്ട് പോയപ്പോഴോ അതുകൊണ്ടാ ജിന്നെ കൂട്ടാതെ വന്നത്. ഈ അപ്പൊ അച്ഛനോട് ഇന്റെ മുന്നിൽ എന്താ പറഞ്ഞു? വരണ്ടല്ലേ പറഞ്ഞ്? അച്ഛനെ വേണ്ടല്ലേ പറഞ്ഞ്? പറഞ്ഞു അച്ഛനെ വേണ്ടെന്ന്. പിന്നെ നിങ്ങളെ മുന്നിൽ നല്ലോള് പറഞ്ഞ് അക്കൊക്കെ പറയണ്ടല്ലോ പഞ്ഞു അപ്പൊ അതോ ലെഫ്റ്റിലല്ലോ. ഞാൻ സ്കൂളിൽ ചേരാൻ വേണ്ടി നേരത്തെ വന്നത് പറയും. ഇവിടെ തന്നെടാ ലെഫ്റ്റ്. കേട്ടാ സു? ഓ അടുത്ത മാഷ് സ്കൂള് എന്ന് പറയും. ഞങ്ങള് ഇഷ്ടമുള്ള പോലെ പറയും. അങ്ങനെ പറയാൻ പാടില്ല. അച്ചാറ് പറ. അയ്യോ ഇല്ലടാ. അത് രാവിലെ കഴിച്ചല്ലേ? ആ കഴിച്ചല്ലേ? വയറ് നിറഞ്ഞു നിൽക്കണ. ഞാൻ സീറ്റ് മാറ്റിയതാ പുറം ലോകം കാണാൻ വേണ്ടിട്ട്. ഇതൊക്കെ എല്ലാം കാണില്ലേ? അത് കാണാൻ വേണ്ടിട്ടാ ഞാൻ ഈ അരുവിലേക്ക് ഇരിക്കാൻ പറഞ്ഞത്. സുഭാഷേട്ടൻ മുടിയും താടിയൊക്കെ വെട്ടിയിട്ട് പുതിയ ആളായ പോലെ. തടി കുറഞ്ഞോ? ഇതാണ് കീമ. അക്ക് വലിയ കാര്യത്തില് കീമ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്താട്ടോ. അക്ക് പ്രതീക്ഷിച്ചതല്ല കേട്ടോ അത്. ഈ കീമ ഉദ്ദേശിച്ച എന്താക്കോ? ചിക്കന് ചൂടുണ്ട്. എല്ലാരും ഇങ്ങനെ കീമയ്ക്ക് ഭയങ്കര ഹൈപ്പ് കൊടുക്കണ്. സുവർണ്ണ നല്ല പൊറോട്ട. നമുക്ക് മസാല ദോശ ആരോ കൈവശം തന്ന മാതിരി എവിടെ ചെന്നാലും മസാല ദോശനൊക്കെ നമുക്ക് വേറെയുള്ളത് തിന്നുമ്പോൾ അത് നല്ലതാണ്. രണ്ട് പൊറോട്ടയും കൂടി പറയണം. ഇവിടുന്ന് പോയിട്ടൊന്നും ഗ്രൗണ്ടിൽ അച്ഛൻ ഫ്ലൈറ്റ് ഉണ്ടത് തിരിച്ച് കയറ്റി വിടും ഞാനാണ് കേട്ടോ. എന്നാലും കയറ്റി വിടും. പാസ്പോർട്ടിൽ വേറെ ഫ്ലൈറ്റ് ഉണ്ട് അവിടെ. അത് ഞാൻ വേറെ ഫ്ലൈറ്റ് വിളിച്ചു വരുത്തും. എന്ത് അച്ഛൻ എവിടെ വെച്ചാൽ അറിയോ? അച്ഛൻ ഇറങ്ങിയപ്പോൾ ആ ടേബിൾ മകൻ ഇട്ടു. ഞാൻ അതേമാതിരി എടുത്ത് പോക്കറ്റിലിട്ടു. കാറിൽ വെച്ചിട്ട് ഞാൻ നന്ന ആളാവാൻ വന്നു കഴിഞ്ഞാല് ബച്ചനെ വിടൂല. എനിക്ക് കേൾക്കുന്നില്ല. നേരത്തെ കാലത്തെ സാധനം വന്ന പ്രശ്നം. ഈ കളിക്കാട് പൈപ്പുണ്ട് അവിടെ ഉണ്ട്. നന്ദ തിന്നില്ലല്ലോ. പിന്നെ നന്ദക്ക് എന്തിനാ ടെൻഷൻ? എങ്ങനെയുണ്ട്? നല്ലത്. അപ്പൊ ഇന്റത് മാത്രം വന്നില്ല. എനിക്ക് മാത്രം കിട്ടിയില്ല. നീ അതിനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. കൈ കഴുകാൻ. അത് പിടിച്ചാ ഏട്ടാവളിയത്തിനെ കൊണ്ട് കുടുങ്ങിയിട്ട് അങ്ങനെയാണ് എടുക്കേണ്ടത്. അജി അജി അത് പൊളിക്കുമായിരുന്നു. ഇപ്പൊ ചെറിയ കൈ സെൻസ്.
ജീരകം തീർന്നു. അത് തിന്നൂലുള്ളൂ, ജീരകം മാത്രമേ തിന്നുള്ളൂ. അത് തിന്നൂല. ചിന്നുവിനെ ഡ്യൂട്ടിക്ക് ആക്കാൻ പോവാട്ടെ ഇനി ഞങ്ങള്. ഈ പടക്കം കൊണ്ടുവന്നോന്നാണ് നന്ദ ആദ്യം ചോദിച്ചിട്ടാ. ഇട്ടാപ്പൊട്ടി ചക്കയൊന്നും കൊണ്ടുവന്നില്ല അല്ലേ? നോട്ടെ നന്ദന്റെ പടക്കം. നന്ദയ്ക്ക് വേണ്ട സാധനം കിട്ടി. What is that? കരിവേപ്പില കേട്ടോ, ഞങ്ങളെ മരത്തില്. പുളിമിഠായി, അരവണ, ആൽഫബറ്റ്സ്. ആ നന്ദന്റെ പഠിക്കുന്ന സാധനം കൊണ്ടുവന്നല്ലോ. പൊട്ടിക്കടാ. നിക്ക് നന്ദന്റെ കയ്യിൽ പിടിക്കും, ഞാൻ പൊട്ടിച്ചോട്ടെ. നന്ദ പിടിക്കോ? എന്നാ ഞാനൊന്നെടുത്ത് പൊട്ടിച്ചോട്ടെ. ചീറ്റി. അജ്മാവന്റെ എല്ലാം ചീറ്റി. ഡ്രസ്സൂര് 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 ഡ്രസ്സൂര്. ഹസ്ബൻഡ് ഓൺ ഡ്യൂട്ടി, ഹസ്ബൻഡ് ഓൺ ഡ്യൂട്ടി. ഒന്ന് കേറിയിട്ടുള്ളൂ കേട്ടോ. എന്താ ചെയ്യാ? ആരാ കൊണ്ടു കൊടുത്തത്? ആരാ കൊണ്ടു കൊടുത്തത്? സു ഓൾ ഗെറ്റ് ഔട്ട് എന്താ? ആ ശരിയാ, അത് പൊട്ടാത്തിയാന്ന് പറഞ്ഞ കറക്റ്റ്. എന്റെ ഐഡിയ ആയി പോയി, അല്ലെങ്കിൽ ഞാൻ കൊന്നേനല്ലേ. ഈ ഇട്ടാപ്പൊട്ടി കൊണ്ടുള്ള